യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന വാർത്തയോട് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹ്ദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹ്ദി ശക്തമായി പ്രതികരിച്ചു. വധശിക്ഷ നീട്ടിവെച്ചു എന്നതിനർത്ഥം വിധി റദ്ദാക്കി എന്നല്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ നിയമപരമായ നടപടികളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇല്ലാത്തവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയേക്കാമെന്നും ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കുന്നത് അസാധാരണമോ അത്ഭുതമുണ്ടാക്കുന്നതോ ആയ സംഭവമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമാനമായ പല കേസുകളിലും സംഭവിക്കുന്നത് പോലെ ഇത് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണെന്നും അബ്ദുൽ ഫത്താഹ് മഹ്ദി കൂട്ടിച്ചേർത്തു. നിയമങ്ങളെക്കുറിച്ച് ധാരണയുള്ളവർക്ക് ഇക്കാര്യം മനസ്സിലാകുമെന്നും ഒരു നിശ്ചിത സമയത്തേക്ക് ശിക്ഷ മാറ്റിവെക്കാൻ അറ്റോർണി ജനറലിന് അധികാരമുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. സത്യം പരാജയപ്പെടില്ലെന്നും പുതിയ വധശിക്ഷാ തീയതി എത്രയും വേഗം നിശ്ചയിക്കുമെന്നും ഫത്താഹ് തന്റെ കുറിപ്പിൽ ഉറപ്പിച്ചു പറഞ്ഞു. ജൂലൈ 28-നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതെന്ന് കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചത്. വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായി എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത്. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു. യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൽ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള അനൗദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചത്. മാനുഷികപരമായ പരിഗണനകൾ കണക്കിലെടുത്താണ് ഈ ഇടപെടലുകൾ നടന്നത്. യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയയ്ക്ക് യമൻ കോടതി വധശിക്ഷ വിധിച്ചത്. 2017-ലാണ് തലാൽ അബ്ദുൽ മഹ്ദി കൊല്ലപ്പെട്ടത്.